വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഏകദേശം 13,000 കോടി രൂപയുടെ ഈ ഇടപാട് വാർത്തകളിലൂടെയാണ് സർക്കാർ അറിഞ്ഞത്. ഈ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ പ്രകാരം ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി അനിവാര്യമാണ്. എന്നാൽ അദാനി ഗ്രൂപ്പ് ഇതുവരെ സർക്കാരിനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയോ അനുമതി തേടുകയോ ചെയ്തിട്ടില്ല. ലഭിക്കുന്ന അപേക്ഷ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നാണ് വി ഡി സതീശൻ സഭയെ അറിയിച്ചത്. ഇതിന് പിന്നാലെ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തിയിട്ടുണ്ട്. അദാനിയും MSCയും കൈകോർക്കുന്നത് തുറമുഖത്ത് കുത്തകാവകാശത്തിന് വഴിവെക്കുമെന്നും ഇത് സംസ്ഥാനത്തിന്റെ വികസന താൽപര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ വിഷയത്തിൽ വി ഡി സതീശനെ ഒറ്റപ്പെടുത്താനാണ് സഭയിൽ പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. അത് നടക്കില്ലെന്ന് കട്ടായം പറയുന്നുണ്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിഴിഞ്ഞം പദ്ധതിയും ഓഹരി കൈമാറ്റവും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് നൽകിയ കത്തിനെക്കുറിച്ചും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ നിലപാടാണ് താനും വിശ്വസിക്കുന്നതെന്ന് തിരുവഞ്ചൂർ ഉറച്ചു തന്നെ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ അത്തരം കൈമാറ്റങ്ങൾ സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ മൈക്ക് വിവാദങ്ങളെ അടക്കം തള്ളുന്നുണ്ട് തിരുവഞ്ചൂർ. ആ വാക്കുകൾ കേൾക്കാം. നിയന്ത്രണം അങ്ങനെ കടുത്ത നിയന്ത്രണമൊന്നുമില്ല. സഭയിൽ വരുന്ന ആളുകൾക്ക് വരികയും ചെയ്യാം, കാര്യങ്ങളെല്ലാം പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനകത്ത് ഒരു റീസണബിളായിട്ടുള്ള നിയന്ത്രണം വേണമെന്നുള്ളതാണ്. അത് അവിടെ വരുന്ന ആളുകൾക്ക് ബഹുജനങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലാത്ത രൂപത്തിൽ നമ്മളത് മാനേജ് ചെയ്യുകയും ചെയ്യും. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്, അവർക്കും കാണാം. പക്ഷേ കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സൗകര്യം കിട്ടണ്ടേ, അതിനുള്ള നിയന്ത്രണം മാത്രം. ഇപ്പോൾ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് അദാനി ഗ്രൂപ്പ് പറയുന്ന കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് CM അത് നിഷേധിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ കത്ത് കൊടുത്തു? ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രി അത് നിയമസഭ തന്നെ പറഞ്ഞല്ലോ. കേരള ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ് അറിയണം. കേരള ഗവൺമെൻറ് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെൻറ് കൂടി അറിയാതെ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിന് അത് ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ കോവളം പ്രോജക്റ്റിന് അതിൻ്റെ ആദ്യത്തെ ഡയർ ബോർഡിനുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മളുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയർമാനും ഞങ്ങൾ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ആളുകളും അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുത്. അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് സംസ്ഥാന ഗവൺമെൻറ് അറിയണം, അതോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ്റും അറിയണം. അത് രണ്ടും അറിഞ്ഞാണ് പോകുന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യാണ്. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അദാനി ഒരു കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്? അത് ഗവൺമെൻറ്റാണ് പറയേണ്ടത്. ഗവൺമെൻറ്റാണ് പറയുന്നത്. ഞാൻ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. ബാക്കി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അങ്ങനെ ഇത്രയും വലിയൊരു ഓഹരി 49% കൈമാറി കഴിഞ്ഞാൽ അത് സംസ്ഥാന താല്പര്യം പിന്നെ അവിടെ ഉണ്ടായിരിക്കുമോ? അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് അറിയാതെ സാധ്യമല്ല എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭൂമി കൊടുക്കുക, അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ പർപ്പസ് മാറി ആ ഭൂമി അവരുടെ കയ്യിൽ മാത്രമായി മാറുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. അങ്ങനെ ചില പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതല്ലല്ലോ നമ്മളുടെ ജോലി. അതുകൊണ്ട് ഒരു പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് കൊടുത്താൽ, ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുത്താൽ ആ എഗ്രിമെൻറ്റ് പാലിച്ച് പോകണമെന്ന് മാത്രമല്ലേ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ സഭയിൽ പലപ്പോഴും ഈ മൈക്ക് ഓണാക്കി വെക്കുന്നതിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന അങ്ങനെ ഒരു വൈറലായി ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇല്ല, മൈക്ക് ഓണായി വെക്കുന്നതല്ല. ആ മൈക്ക് ഇത് വളരെ പവർഫുൾ മൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ കേട്ടുവന്നിരിക്കും. പക്ഷേ റെക്കോർഡിൽ വരുന്നത് എന്താണെന്നുള്ള പ്രശ്നം. നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് മാറിയിരുന്ന ഒരാൾ പ്രസംഗിച്ചാൽ പോലും അവരുടെ പ്രസംഗം റെക്കോർഡിൽ വരികയില്ല. അവരിരിക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അതിലൊക്കെ റെക്കോർഡിൽ വരികയുള്ളൂ. എഴുന്നേറ്റ് നിന്ന് സഭയെ അറിയിക്കേണ്ട കാര്യം അവർക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിൽ വരും. മറ്റ് ഓഫ് ഹാൻഡ് ആയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു അതെല്ലാം നമുക്ക്. അങ്ങേപോലെ ഇത്രയും മുതിർന്ന ഒരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി, അപ്പം സഭയിൽ ഒരു അംഗം ചോദിക്കുന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു മറുപടി കൊടുക്കുന്നത് അല്ലെങ്കിൽ മാറി എന്ന് പറയുന്നത് ശരിയാണോ? എങ്ങനെ അത് ഒരു കാരണവശാലും കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ അവധി? ഏത് കുട്ടനാട് MLA ചോദ്യത്തിന് അവധി ഒരു കാരണവശാലും കൊടുക്കില്ല. അല്ല, മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ.
ആ വിശദീകരണത്തിൻ്റെ പുറത്ത് പിന്നെ എന്തിനാണ് ഞാനൊരു ഫർദർ വിശദീകരണത്തിന് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. മാത്രമല്ല, അത് റെക്കോർഡിലില്ല. നിയമസഭയിൽ റെക്കോർഡിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ പോരെ? അത് റെക്കോർഡിലും ഇല്ല. പിന്നെ അതിനകത്ത് എന്തിനാണ് ഞാൻ ഫർദറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കാൻ ശ്രമിക്കുന്നത്? സ്പീക്കറിന്റെ ചില വാക്കുകൾ പരിഹാസമാവുന്ന ചില പരാതികൾ CPI നേതാവ് കെ രാജൻ ഉയർത്തിയിരുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അവർക്കൊരു താങ്ങാണെന്നാണ് പറയുന്നത്. അല്ലല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടാകാൻ ഞാൻ പറഞ്ഞതേ അല്ല. അദ്ദേഹത്തിന് ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചതാണ്. അവരല്ല അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. ഇന്നലെ ശ്രീ രാജനും ഞാനുമായിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. നിങ്ങൾ ഈ പറയുന്ന ഒരു പരാതി അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു. ഒരു കാര്യത്തിൽ കൂടി എനിക്കൊരു വിശദീകരണം നൽകണമെന്നുണ്ട്. കാരണം സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കുമ്പോൾ നടക്കുന്ന അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. ഉമാ തോമസിൻ്റെ പേര് കൂടി അതിനകത്ത് കണക്റ്റഡായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഉമാ തോമസിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ്. ഉമാ തോമസ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ മുന്നിലൂടെ നടന്നുപോയ ആളുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷേ ചില ആളുകൾ ഉമാ തോമസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതൊട്ടും ശരിയല്ല. ഏറ്റവും നല്ല അംഗങ്ങളിൽ ഒരാളാണ് ഉമാ തോമസ് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മദ്യനയത്തിന് നികുതിയുമായി ബന്ധപ്പെട്ട് അതിൽ മുങ്ങിപ്പോയോ സഭയിലെ ചർച്ചകൾ? ഏതാ മദ്യത്തിന് നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുങ്ങിപ്പോയോ സഭയിലെ നല്ല ചർച്ചകൾ? അങ്ങനെ തോന്നുന്നുണ്ട്. വരട്ടെ, അത് ഒന്നും മുങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ മുങ്ങുന്ന കാര്യമല്ലല്ലോ. സഭയിലെ ചർച്ചകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മാർഗത്തിൽ പോകും. ഒരു ഗവൺമെൻറ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിന് 1 മാസം പോലും അല്ലേ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ അപ്പുറത്തായിട്ടില്ലല്ലോ. മുന്നോട്ട് പോകട്ടെ. 5 കൊല്ലം ഉണ്ടല്ലോ. അവർ ഭംഗിയായി പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പഴയ ആറന്മുള MLA ഓഫീസ് സംബന്ധിച്ച് ഒരു ശൂന്യത പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് ഈ പുതിയ MLA ഓഫീസ് ആറന്മുളയിൽ. ഉദ്ഘാടനം എന്താ തോന്നുന്നത്? അബിൻ വർക്കി നല്ല ജനനേതാവല്ലേ. അബിൻ വർക്കി ഇവിടെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും ഞങ്ങളുടെ തെക്കും വടക്കും ഒരുപോലെ അംഗീകരിക്കുന്ന നല്ല ജനനേതാവായിരുന്നു. അദ്ദേഹം വരണ്ടയിടത്ത് വന്നെത്തി. ജനങ്ങൾ അതുപോലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ രൂപത്തിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ശ്രീ അബിൻ വർക്കി വളരെ സക്സസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ